സർ, ട്രംപിനെ കുറിച്ച് നമ്മൾ പറയാത്ത ഒരു ദിവസം പോലും ഇന്നില്ല. ട്രംപാണ് ഇപ്പോൾ താരം ട്രംപാണ്. അപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ നമുക്ക് പിഴത്തുക കൂടി ചേർത്ത് 50% ഒരു താരിഫ് അടിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നടപടിയാകില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം റഷ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന കച്ചവടങ്ങളാണ്. എന്നാൽ റഷ്യയുമായിട്ട് ചൈനയും നടത്തുന്നുണ്ട്, മറ്റു പല രാജ്യങ്ങളും നടത്തുന്നുണ്ട്. കൊടുക്കുമ്പോൾ അവർക്കും കൂടെ കൊടുക്കണമല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചില കളികൾ ട്രംപ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ട്രംപും പുടിനും കൂടെ ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൽ വല്ലതും നടപടിയാകുമോ സാർ? ഇതുവരെയുള്ള ഈ വിഷയങ്ങളിൽ നിന്നൊരു എന്താ പറയുക, സമ്മർദ്ദങ്ങളൊന്ന് കുറയാനുള്ള സാധ്യതകൾ അതിൽ തെളിയുമോ? ഇപ്പോൾ നമുക്ക് ഈ അനന്തജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗമെന്ന് എനിക്ക് തോന്നുന്നു ആലപ്പാട്ടാണ് ആരാ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒന്നും ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ നമ്മളീ പറഞ്ഞ പോലെ കളി. ട്രംപ് അദ്ദേഹം പെരുമാറുന്നത് തലയ്ക്ക് വെളിവില്ലാത്തവനെ പോലെയാണ്. പക്ഷേ വളരെ കൃത്യമായ ഒരു നിലപാടോടുകൂടി അദ്ദേഹം അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് മോഹങ്ങളാണ്. നമ്മളീ പറയുന്നത് പോലെ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി താനാണ്, ലോകത്തിൻ്റെ സമാധാന ദൂതൻ താനാവണം, തനിക്കൊരു നോബൽ സമ്മാനം ഒപ്പിക്കണം, ഒബാമയ്ക്ക് കിട്ടിയ നോബൽ സമ്മാനം തനിക്കും കൂടെ കിട്ടിയാലൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ തന്നെക്കാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്നത്, എല്ലാ രാജ്യങ്ങളെയും. അത് പിന്നെ കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് പക്ഷേ ട്രംപിന് പേടിയുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പം ചൈനയ്ക്ക് നേരെ അദ്ദേഹം ഇരട്ടി ചുങ്കമെടുത്തതിനെ അതേ അളവിൽ തിരിച്ചടിച്ചു ചൈന. അതാണ് നമ്മൾ കണ്ടത്. അതേ അളവിൽ തിരിച്ചടച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി അതേപോലെ ചുങ്കം അമേരിക്കയിൽ നിന്നുള്ള കൊടുക്കാണ്ടായി. അങ്ങനെ കൊടുക്കാണ്ടായതോടുകൂടി ട്രംപ് പതറിപ്പോയി എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെ അതല്ല. അപ്പം വ്യാപാരം മാത്രമാണ്, കച്ചവടമാണ് ബേസിക്കലി. അടിസ്ഥാനപരമായ അദ്ദേഹം തന്നെ ഒരു കച്ചവടക്കാരനാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കച്ചവട താല്പര്യങ്ങളാണ് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് അറിയാം, ലോക സമാധാനത്തിൽ ഏറ്റവും വലിയ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക എന്ന് നമുക്കറിയാം. നമ്മളത് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇറാഖിൽ കണ്ടിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇതേ അവസരത്തിൽ തന്നെയാണ് ഇസ്രായേൽ, പാലസ്തീൻ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലെ യുദ്ധം. അവിടെയൊക്കെ അമേരിക്കയുടെ താല്പര്യങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിലെ പിന്നെ ഇടപെടൽ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു സഹവർത്തിത്വത്തിന് വേണ്ടിയുള്ള ഒരു സമീപനം ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ ഒരു സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അമേരിക്ക പറയുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ വിള്ളലായി അദ്ദേഹം കാണുന്നത് ഈ റഷ്യയാണ്. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാഭകരമായ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, റഷ്യ നമ്മുടെ ഒരു പഴയ സോവിയറ്റ് യൂണിയനടക്കം നമ്മുടെ ഒരു പരമ്പരാഗത പിന്നെ ഒരു സഖ്യകക്ഷിയാണല്ലോ. പലപ്പോഴും അമേരിക്കയേക്കാൾ ഉപരി ഡിപ്പെൻഡബിൾ ഇന്ത്യക്ക് പഴയ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. നമ്മുടെ വിദേശ നയം നമ്മൾ രൂപീകരിക്കപ്പെട്ടിരുന്നു അങ്ങനെയാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം. ഇപ്പോൾ അമേരിക്ക പുടിനുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം യുക്രൈൻ യുദ്ധത്തെ പറ്റിയാണ്. നമുക്ക് മനസ്സിലാകാത്ത ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ യുദ്ധത്തിൽ അമേരിക്ക പുലർത്തുന്ന ഒരു ആശങ്ക എന്ന് ഒരു തമാശയായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ട്രംപ് അടക്കമുള്ള അമേരിക്കൻ ഭരണാധികാരികൾ ആരായാലും പൊതുവെ യുദ്ധത്തോട് പ്രവർത്തിക്കുന്ന ഒരു സമീപനമെന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സഹവർത്തിത്വത്തിന് വേണ്ടിയുള്ള ഒരു രീതി അല്ലല്ലോ ഒരു കാരണവശാലും നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കാരണം റഷ്യയുമായിട്ട് ചർച്ച നടത്തിക്കോട്ടെ, അത് അമേരിക്കയുടെ കാര്യം. പക്ഷേ അതിനവർ പറയുന്ന ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രീതി എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധത്തിൽ വിത്തുപാകിയ രാജ്യമാണ് അമേരിക്ക എന്നതുകൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പോൾ പുടിനുമായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അതെ അദ്ദേഹത്തെ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ സന്ദർശനം നടത്തി കഴിഞ്ഞു. അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞു. തീരുമാനവും കൂടിക്കാഴ്ചയ്ക്കുള്ള സ്ഥലവും നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ കച്ചവട താല്പര്യം മാത്രമാണ്. ഇനിയും ഈ റഷ്യയുമായുള്ള സംഭാഷണത്തിൽ അതൊരു ഉപാധിയായിട്ട് ട്രംപ് ഇപ്പോൾ ഉന്നയിക്കുക എന്താണ്, ഇന്ത്യക്ക് കൊടുക്കുന്ന ഈ ക്രൂഡ് ഓയിൽ വില എന്നൊക്കെ പറയുന്നതിന് വില കൂട്ടണമെന്ന് പോലും ട്രംപ് ആവശ്യപ്പെട്ട് കൂടായികയില്ല. കാരണം ഇന്ത്യ ഏതായാലും ഇതിനകത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് ഇന്ത്യൻ ഭരണകൂടം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ പാകിസ്ഥാനിലെ ആയിട്ടുള്ള യുദ്ധത്തിൽ ഒന്നും ട്രംപല്ല, എൻ്റെ നിർദ്ദേശപ്രകാരമല്ല നമ്മൾ പ്രവർത്തിച്ചത്. പാകിസ്ഥാനെ അവരുടെ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു
ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്ത ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു ഓപ്പറേഷനായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ വിജയം കാണുകയും ചെയ്തു. അതിൽ അമേരിക്കയുടെ സഹായമോ അല്ലെങ്കിൽ ഇത് നിർത്തുന്നതിൽ അമേരിക്കയുടെ നിർദ്ദേശവും നമ്മൾ പരിഗണിച്ചിട്ടില്ലെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഭംഗ്യന്തരേണ വ്യക്തമാക്കുകയും ചെയ്തു, വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അതും അമേരിക്കയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ പല കാര്യങ്ങളിലും അമേരിക്ക ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യമാണ് ഈ റഷ്യയുടെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം, വ്യാപാര കരാറുകൾ എന്ന് പറയുന്നത്. ആ കരാറുകളാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് പോലെ ട്രംപ് ഈ പണ്ടെണ്ണായുടെ വല്ലുന്ന ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ ട്രംപ് അങ്ങോട്ട് ശൗര്യം ഒരുപാട് കണക്കുകൂട്ടലോടാണ് അദ്ദേഹം രണ്ടാം തവണ അധികാരത്തിലേക്ക് കയറിയത്. അദ്ദേഹം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ വിജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വേണം കരുതാൻ, അമേരിക്കക്കാരുടെ ദേശീയത ഇങ്ങനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ താല്പര്യം, അമേരിക്കയുടെ അത് എന്ത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വ്യാപാര യുദ്ധത്തിലൂടെ. വ്യാപാര യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയല്ലേ ഓരോ രാജ്യങ്ങളോടും. ഇപ്പോൾ ബ്രസീലും ഇവിടെ പറഞ്ഞതുപോലെ ബ്രസീലും പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ഭീഷണി. അപ്പോൾ ഈ ഭീഷണിയിലൂടെ ലോകത്തെ പിടിച്ചു കെട്ടാം എന്ന ഒരു തോന്നൽ തന്നെ സൈനിക ശക്തിയുടെയും അല്ലെങ്കിൽ സാമ്പത്തിക മേൽക്കോയ്മയുടെയും ഒക്കെ ഫലമായിട്ട് ലോകരാഷ്ട്രങ്ങളെ പൂട്ടിട്ട് നിർത്താം അല്ലെങ്കിൽ ചങ്ങലക്കിട്ട് നിർത്താൻ കഴിയും, അങ്ങനെ ഉണ്ടാകുമെന്നല്ല. ഇന്ത്യയിൽ നിന്ന് ഒരു സമീപനം ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് തന്നെയല്ല, ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ഇസ്രായേലും പാകിസ്ഥാൻ കംബോഡിയയും ഇങ്ങനെ 3 രാജ്യങ്ങളിപ്പം ഇതിന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും സ്വാഭാവികമായി അങ്ങനെ ചെയ്യുന്നുവെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നേരത്തെയുള്ള ഒരു കണക്കൂട്ടൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഒരു ഫ്രണ്ട് എന്നാണല്ലോ നേരത്തെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ ഫ്രണ്ട് അല്ലാതായി കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഫ്രണ്ട് അല്ലാതായി കഴിഞ്ഞെന്ന് മാത്രമല്ല ശത്രുപക്ഷത്താണല്ലോ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇനിയും റഷ്യയുമായുള്ള കൂടിക്കാഴ്ചയെ ആ തലത്തിൽ കൂടി വേണം നമ്മൾ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയുമായുള്ള ഒരു ഏറ്റവും സൗഹൃദത്തിൽ പോകുന്ന ഒരു രാജ്യത്തെ, ഇന്ത്യയുമായിട്ട് പരമ്പരാഗതമായ സൗഹൃദത്തിൽ പോകുന്ന ഒരു രാജ്യത്തെ, ഇന്ത്യയുമായി നിരവധി വ്യാപാര കരാറുകൾ നിലവിലുള്ള ഒരു രാജ്യത്തെ ഈ പറയുന്ന കരാറുകളെന്ന് പറയുന്നത് ആണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയെന്ന് അമേരിക്കയ്ക്ക് തോന്നുന്ന വിധത്തിൽ അവർ പലതവണ പ്രതികരിച്ച ഒരു കാര്യം എന്നുള്ള നിലയിൽ ഈ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെ അത് ദോഷകരമായി ബാധിച്ചേക്കാൻ, പക്ഷെ ദോഷകരമായി ബാധിക്കുക അവിടെയും ഈ ഇതുവരെയുള്ള നമ്മൾ ട്രംപിൻ്റെ നിലപാടുകൾ, ആ ട്രംപിൻ്റെ നിലപാടുകളിലൂടെ റഷ്യ എടുക്കുന്ന സമീപനം അല്ലെങ്കിൽ ട്രംപിൻ്റെ നിലപാടുകളോട് മറ്റ് ലോകരാഷ്ട്രങ്ങൾ എടുക്കുന്ന സമീപനം, ട്രംപ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒരു പ്രതികരണം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഇന്ത്യക്കെതിരായ ഒരു നീക്കത്തിന് റഷ്യൻ പ്രസിഡന്റ് കൂട്ടുനിൽക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയും. അതെ, എല്ലാവരുടെയും ഒരു സംശയം അതാണ്. പുടിൻ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പോകുമോ എന്നുള്ള ഒരു, കാരണം അവിടെ ചെറിയ സാമ്പത്തികമായിട്ടുള്ള വിഷയം വരുന്നുണ്ടല്ലോ. അത് കാരണം ഈ 3 വർഷമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യയോട് കൂടുതൽ പ്രതിരോധ രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ കൂടുതൽ കരാറുകളുമായിട്ട് റഷ്യ തന്നെ മുൻകൈ എടുക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നമുക്കെതിരായിട്ടുള്ള, അതായത് എന്തെങ്കിലും വിഷയങ്ങൾ അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെതിരായ ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട് വെച്ചിട്ട് അദ്ദേഹം ഇന്ത്യക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുവാനും പ്രതിരോധ കാര്യങ്ങളടക്കമുള്ള പുത്തൻ കരാറുകളെ സംശയത്തോടെ വീക്ഷിക്കുവാനും അതിൻ്റെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ എങ്ങനെ അമേരിക്കയ്ക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന് ശ്രമിക്കുമെന്ന കാര്യം 100% ഉറപ്പാണ്. പക്ഷേ പുടിൻ അങ്ങനെ വീഴുമെന്ന് നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. കാരണം അത് നമ്മുടെ പരമ്പരാഗത ബന്ധുക്കൾ അല്ലെങ്കിൽ പരമ്പരാഗത സഖ്യകക്ഷികൾ എന്ന രൂപത്തിലാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം എന്നും ഇന്ത്യയോടുള്ള നിലപാട് അങ്ങനെയായിരുന്നു. പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും പുതിയ റഷ്യയുടെ കാലത്തും അങ്ങനെ തന്നെയാണുള്ളത്. ഒരിക്കലും അത്തരം ഒരു ഭീഷണി ഫലപ്രദമാവില്ല. ട്രംപ് അത് ഉദ്ദേശിച്ചിരിക്കാമെങ്കിലും